ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ്, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ടറിയാം. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് വിനോദ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. വളരെ ദുസ്സഹമായൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. ജനജീവിതം ആകെ ബുദ്ധിമുട്ടുകയാണ് എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള വോട്ടിംഗ് ശതമാനത്തോടു കൂടി, കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ്. പാലും തേനും ഒഴുക്കിയ ഒരു ഉമ്മൻചാണ്ടി ഭരണമായിരുന്നുവെങ്കിൽ ഒരു തുടർ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭ്യമാകേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടത് സംഭവിച്ചില്ല? ആ ഭരണമെന്ന് പറയുന്നത് കേരളം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ 2016 മുമ്പുള്ള കേരളത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലയളവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ മൂർച്ചയേറിയ ആരോപണങ്ങൾ അവരുടെ മുന്നണിക്കുള്ളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, ശ്രീ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AK ആൻ്റണി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള ശ്രീ VD സതീശൻ അടക്കമുള്ള ആളുകൾ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണം, അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരണം തീവെട്ടിക്കൊള്ളയാണ് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള ശ്രീ VD സതീശനാണ്. ആ കാലയളവിൽ ജനം ഇവരുടെ ഭരണത്തിലെ അഴിമതിയും പിടിപ്പുകേടും ഭരണ അസ്ഥിരതയിലും പൊറുതിമുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ നാട് വല്ലാത്ത നിലയിലേക്ക്, ദുസ്സഹമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ മനം നൊന്താണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതാൻ തയ്യാറായത്. ആ 2016 മുതലുള്ള തുടർന്നുള്ള കാലത്തെ സംബന്ധിച്ച് നമ്മൾ നല്ല നിലയിൽ സ്വഭാവത്തോടു കൂടി പരിശോധിക്കാൻ തയ്യാറാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇട്ടവരാണ് ഇന്ന് പെൻഷനെ സംബന്ധിച്ച് വിലപിക്കുന്നത്. അന്ന് പൊതു നിരത്തിലിറങ്ങി ഒരു സാധനം വാങ്ങാൻ വയ്യാത്ത സ്ഥിതിവിശേഷം, അതിനുള്ള പ്രാപ്തിയോ സാധനങ്ങളോ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നിന്നും ഇന്ന് നല്ല നിലയിലേക്ക് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏത് നിലയെടുത്ത് പരിശോധിച്ചാലും ശരി, വളരെ ബോധപൂർവം അദ്ദേഹം ക്രൂഡ് ഓയിലിൻ്റെ വില സമാനതകളില്ലാത്ത നിലയിൽ കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് ഒരു വാക്കുപോലും ഉരിയാടാതിരിക്കാൻ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും ആ കാലത്ത് നമ്മൾ അതിവേഗം അങ്ങനെ മറന്നു വെക്കൂടാ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, പരസ്പരം പോർവിളിയും കൊലവിളിയും നടത്തിക്കൊണ്ട് ഈ നാടിനെ എരുതിയിൽ നിന്നും വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ നിന്നും പതിയെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കേരളത്തെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ, അദ്ദേഹം നേതൃത്വം നൽകിയ ഈ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് കിട്ടിയ, അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് തുടർഭരണം. അതാണ് 9 വർഷമാകുമ്പോഴേക്കും ഇപ്പോഴും അവർ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തുടർഭരണ കാലഘട്ടത്തിൽ 2021 ഇവിടെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ ഇവരുടെ അഭിപ്രായത്തെയോ വാദഗതികളെയോ ചെവിക്കൊള്ളാത്തവരാണ് ഈ നാട്ടിലെ കേരളത്തിലെ പ്രബുദ്ധ ജനത എന്ന് നാം തിരിച്ചറിയണ്ടേ. അന്ന് കിട്ടിയ അതേ പാറ്റേണിലേക്ക് കേരളത്തിൻ്റെ ഭരണത്തെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി വീണ്ടും ഒരു തുടർ ഭരണത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകുന്ന നിലയിലേക്ക് കേരളത്തിലെ പ്രബുദ്ധ ജനത ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി മാർക്കിട്ടിട്ടുണ്ട്. അല്ലാതെ വികലമായ അഭിപ്രായ പ്രകടനങ്ങളല്ല നടത്തേണ്ടത്. ജനത്തിൻ്റെ മാൻഡേറ്റ് കിട്ടിയ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും